നമസ്കാരം. ഇന്ന് മെയ് 9. ഇന്നലെ ഞാനൊരു ഘനഗംഭീരമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 22 മിനിറ്റിനടുത്ത്. അതിൽ ഞാൻ കുറെ ഡയലോഗുകൾ എടുക്കേണ്ടായി. പ്രത്യേകിച്ച് കറാച്ചിയിൽ നേവൽ അറ്റാക്ക് ഉണ്ടായി, കുറെ പ്ലെയിനുകൾ ഇടിച്ചു വീഴ്ത്തി, പൈലറ്റുകളെ ക്യാപ്ചർ ചെയ്തു. കറാച്ചി, സിയാൽകോട്ട്, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് ഇവരെല്ലാം നിന്ന് കത്തുകയാണ് എന്നുള്ള കുറച്ച് വീരവാദങ്ങൾ അടിക്കേണ്ടായി. സത്യം പറഞ്ഞ ഇന്ന് രാവിലെ എണീറ്റപ്പോ ഞാൻ നല്ലോണം ചമ്മിയിട്ട് എണീറ്റെ. കാരണം ഒരുവിധം ഇന്ത്യക്കാരെ പോലെ എല്ലാവരും ഒപ്പം ഞാൻ ഇന്ന് അറിഞ്ഞു. ഇന്നലെ കണ്ടത് വെറും ഭോഷ്കായിരുന്നു എന്ന്. ഒരു തേങ്ങ നടന്നിട്ടില്ല. ആ ലെവൽ എസ്കലേഷനിലേക്ക് പോയിട്ടില്ല. ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നത് 400-500ഓളം ഡ്രോൺസ് ആണ് ത്രൂ ഔട്ട്. അതായത് ഭുജ് മുതൽ ലേ വരെയുള്ള സെക്ടേഴ്സിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു, എയർ ഡിഫൻസ് അറ്റാക്ക് ഉണ്ടായിരുന്നു, ശരിയാണ്, സത്യമാണ്. പക്ഷെ ഫൈറ്റർ പ്ലെയിൻസ് കയറിയിട്ടില്ല. ഏരിയൽ വാർഫെയർ, ഐ മീൻ അറ്റ്ലീസ്റ്റ് ഐ ഡോ ഹാവ് എ കൺഫർമേഷൻ ഓൺ ദാറ്റ്. നേവി എന്തായാലും അറ്റാക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് ഇന്ന് രാവിലത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രസ് ബ്രീഫിംഗിൽ സാധാരണ കാണുന്ന പോലെ ആർമി ആൻഡ് എയർഫോഴ്സ് ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ബ്രീഫിംഗിൽ എന്ന് നേവിക്കാരെ കണ്ടോ അന്നേ ഞാൻ വിശ്വസിക്കുള്ളൂ നേവി അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഈ ചമ്മല്, അത് നാണക്കേട് തന്നെയാണ്. ഞാൻ എന്തൊക്കെ ഡയലോഗ് വീരവാദം അടിച്ചത്, അവര് പല യൂട്യൂബ് ചാനലുകളിലും പല ന്യൂസ് മീഡിയസിലും പറഞ്ഞ ഞാൻ അതേപോലെ ഇങ്ങോട്ട് വിഴുങ്ങി വിശ്വസിച്ചു. അത് ഇൻഫർമേഷൻ വാർഫെയർ ആണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പലരും ആൾക്കാരും പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ഐ ഫെൽ ലൈക്ക് എൻ ഇഡിയറ്റ് ഹാവിംഗ് ലിസൺ ടു ദാറ്റ് ആൻഡ് തോട്ട് ഇറ്റ് മൈറ്റ് ബി ആക്യുറേറ്റ്. അഗൈൻ, ഞാൻ ഈ റെഗുലർ മെയിൻ സ്ട്രീം ചാനൽസ് കാണാറില്ല. NDTV, ടൈംസ് നൗ, മറ്റേത് മറിച്ചത്, ഇന്ത്യ TV, അങ്ങനത്തെ ഈ അർണബ് ഗോസ്വാമി സ്റ്റൈൽ സാധനങ്ങൾ ജന്മചേതന അവോയ്ഡ് ചെയ്യാറുണ്ട്. ചില ജേർണലിസ്റ്റുകൾ ഞാൻ ഫോളോ ചെയ്യും. ശിവരൂർ, പിന്നെ സ്നേഹിഷ് അലക്സ് ഫിലിപ്പ്, DK സിംഗ്, അങ്ങനെ ചില എന്താ നമ്മുടെ വിഷ്ണു സോം, അങ്ങനെ ചില ജേർണലിസ്റ്റുകളെ ഞാൻ ഫോളോ ചെയ്യും. എന്നല്ലാണ്ട് TV ചാനലുകൾ കാണുന്നത് എനിക്ക് ശീലമില്ല. എന്നാലും നാണം കിട്ടും. ഞാൻ മാത്രമല്ല, ഒരുവിധം ഇന്ത്യക്കാർ മൊത്തം എന്നുള്ള നാണം കിട്ടും, താങ്ക്സ് ടു അവർ മീഡിയ. ബട്ട് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിയർ ഇസ് വൈ അവരെന്തിനാ അത് ചെയ്തത്? അത് ക്രെഡിബിലിറ്റി കളയാനാണോ എന്താണോ എനിക്കറിയില്ല. എന്തായാലും ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത്, ഇന്നത്തെ പ്രസ് ബ്രീഫിംഗില് നമ്മുടെ മിലിറ്ററി പേഴ്സണൽ സോൾജേഴ്സ് അവർ പറഞ്ഞ ഒരു പ്രത്യേകിച്ച് പോയിന്റ്, അത് എനിക്ക് വളരെ നോട്ടബിൾ ആയിട്ട് തോന്നി. അവർ പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നത് ഒരു ടെസ്റ്റ് ആണ്, നമ്മുടെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റിയുടെ ടെസ്റ്റ് ആണ് നടന്നത് എന്ന് അവർ സംശയിക്കുന്നു എന്ന് പറഞ്ഞത്. അതൊരു വളരെ പ്രസക്തമായ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്താണ് അതിന്റെ പ്രസക്തി? സാച്ചുറേഷൻ ആൻഡ് അട്രീഷൻ. അതായത് എയർ ഡിഫൻസ് സെക്ടേഴ്സ് ഫുള്ള് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റഡാർസിനൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യണം. നമ്മുടെ റഡാർസ് ലൈറ്റ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ റഡാറുകൾ എവിടേക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് മാപ്പ് ചെയ്യാൻ പറ്റും. മാപ്പ് ചെയ്ത് കഴിഞ്ഞു പാകിസ്ഥാൻ. എന്തിനു മാപ്പ് ചെയ്യും? ടു ഐഡന്റിഫൈ ദ വീക്ക്നെസ്സസ്. വീക്ക്നെസ് എന്തിനു ഐഡന്റിഫൈ ചെയ്യണം? സോ ദാറ്റ് യു നോ വെയർ ടു സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്, SEAD, അത് എവിടെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. ഓൾറെഡി നമ്മൾ ലാഹോറിലത്തെ എനിമി എയർ ഡിഫൻസുകൾ സപ്രസ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അത് ഏകദേശം സ്ഥിരീകരിച്ചും കഴിഞ്ഞു. വാട്ട് ഐ ആം അഫ്രൈഡ് ഓഫ് റൈറ്റ് നൗ ഹിയർ ഈസ്, ഈ എനിമി എയർ ഡിഫൻസുകളുടെ നേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തക്കതായിട്ട് 2 പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് പാകിസ്ഥാൻ, പിന്നെ ഒന്ന് ചൈന. നമ്മള് പാകിസ്ഥാന്റെ എതിരെ ഇങ്ങനത്തെ ഒരു ഡിഫൻസ് ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് മനസ്സിലാവുമല്ലോ, ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഡിഫൻസ് ആണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. ദേ വിൽ ഡെവലപ്പ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ടു ബീറ്റ് ദാറ്റ്. ഇറ്റ്സ് ഇൻഎവിറ്റബിൾ. All I'm hoping for now here is that they don't get a chance to exploit them. പാകിസ്ഥാൻ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഇന്ന്
കണ്ടിടത്തോളം ഡ്രോൺ അറ്റാക്സിന്റെ സിവിയറിറ്റി കുറഞ്ഞു. അതായത് ഇന്നലെയത് ഏറ്റവും ഹയസ്റ്റ്, അവിടെ നിന്ന് ഇന്ന് കുറഞ്ഞു. ഇനി അടുത്ത 2 ദിവസം ഡ്രോൺ അറ്റാക്കിന് സിവിയറിറ്റി കുറയുകയാണെങ്കിൽ ഒരു ഡീഎസ്കലേഷന്റെ ഒരു ഇമേജ് തന്നാൽ, ഇഫ് ഇന്ത്യൻ ആർം ഫോഴ്സസ് ഗോസ് അണ്ടർ എ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ആ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ആക്ച്വൽ അറ്റാക്ക് നടക്കുക. അത് ചിലപ്പോൾ കോർഡിനേറ്റർ അറ്റാക്ക് ആവാം. അവർക്കത് പറ്റും പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ട്. മൈ പോയിന്റ് ഹിയർ ഈസ് വി കൻ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനി എനിമി. നമ്മൾ എന്തൊക്കെ ശക്തിമാനാണെങ്കിലും നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് എൻ എനിമി. വാർ നെവർ ഗോസ് ദ വേ ഇറ്റ്സ് പ്ലാൻഡ്. അൺഎക്സ്പെക്ടഡ് സാധനങ്ങൾ ഉണ്ടാവും. ആൻഡ് ദോസ് തിങ്സ് മൈറ്റ് നോട്ട് ബി ടു അവർ ബെനിഫിറ്റ്. വി ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. ഇതാണ് എന്റെ ചിന്ത. എന്തായാലും ഞാൻ ഞാൻ കുറച്ചും കൂടി ഒരു ഞാൻ പറയാറുണ്ട്, ഐ ആം ഗോണ swallow ഇറ്റ് ഓൺലി വിത്ത് എ ബിഗ് സാക്ക് ഓഫ് സോൾട്ട് ഗോയിങ് ഫോർവേഡ്. സത്യം പറഞ്ഞ അബദ്ധം പറ്റി. ചമ്മി രാവിലെ എന്റെ ശരിക്കും ചമ്മി നാറിപ്പോയി. ആ ചമ്മല് നാറലും ഇന്നലെ പറഞ്ഞ ആ വീമ്പിന്റെ ഒപ്പം ഈ ചമ്മല് നാറലും കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഗുഡ് നൈറ്റ്.